ഹലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോർക്ക് റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഒരു പ്രത്യേക തരത്തിലാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 3/4 കിലോ പോർക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു 5-6 വറ്റൽമുളക്, ഇത് എരിവില്ലാത്ത കാശ്മീരി ചില്ലിയാണ് കേട്ടോ, അത് നന്നായിട്ട് മൂത്ത് തന്നെയപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലി, അതും നന്നായിട്ട് മൂത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. അതിനുശേഷം അത് രണ്ടും നമുക്കൊരു ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള പോർക്കിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം അതൊരു കുക്കറിലേക്ക് മാറ്റാം. ഞങ്ങൾക്ക് പോർക്ക് വേവിച്ചെടുക്കാനായിട്ട് 3 വിസിലാണ് കേട്ടോ വേണ്ടി വന്നത്. ഓരോ സ്ഥലത്തും കിട്ടുന്ന ഇറച്ചിയുടെ വേവിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് വേണം കുക്കിംഗ് ടൈം തീരുമാനിക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ എന്തായാലും 3 വിസിൽ വന്നിട്ട് കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് സെറ്റിലായതിനു ശേഷം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. പെരുംജീരകം ഇട്ട് നന്നായി പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നന്നായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ പച്ച ചുവ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത്, 2 പച്ചമുളക് നീല കീറിയത്, അതും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെയും ചേർക്കാം കേട്ടോ. അതുകൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് അത് നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ മഞ്ഞൾപ്പൊടി, ഗരം മസാലയുടെ പൊടി, മീറ്റ് മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. അതും ചേർത്ത് മസാലയുടെയൊക്കെ പച്ചക്കുത്ത് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പിടിക്കും. അപ്പോൾ അതിന് ഇടവരുത്തരുത്. നമ്മൾ വളരെ കുറച്ച് എണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തീയൊക്കെ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. തക്കാളി കട്ട് ചെയ്തതും ഒക്കെ കൂടി മിക്സായി ഒരു ഫ്ലേവറായി വരുന്നവരെ ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിലേക്ക് കുറച്ച് പോർക്ക് വേവിച്ചതിൻ്റെ സ്റ്റോക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വന്ന സമയത്ത് നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പോർക്കും കൂടെയും തട്ടിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്ത് വരുമ്പോൾ നല്ല കളറൊക്കെ മാറിയിട്ട് കുറച്ച് ഡാർക്ക് കളറിലേക്ക്, നല്ലൊരു റെഡ് കളറിലേക്ക് അത് മാറും കേട്ടോ. നമ്മൾ മീറ്റ് വേവിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് പോർക്കിൽ നിന്ന് ഇറങ്ങിയ വെള്ളം തന്നെയാണ്. അതൊക്കെ ഒന്ന് വറ്റി അത്യാവശ്യം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ കാര്യമായിട്ടുള്ള മസാലകളൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും ഇതുപോലെ പെരുംജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ തന്നെ നമ്മളുടെ നോൺ വെജ് കറികൾക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ പെരുംജീരകപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി നല്ല സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ കൺസിസ്റ്റൻസിയിൽ ഇറക്കി വെക്കാം കേട്ടോ. ഇതിന് തന്നെ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞങ്ങൾ ഇതുപോലെ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാനാണ് ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. കാണാൻ തന്നെ എത്ര ഭംഗിയായിട്ടുണ്ടെന്ന് നോക്കിയേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.